ഈ ഒരു പേനയെക്കുറിച്ച് ഞങ്ങളോട് പറയാണ് ഇതാരുണ്ടാക്കിയതല്ല, ഇത് സ്വന്തം ഉണ്ടായതാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ? ജസ്റ്റ് ഈ ഒരു പേനയെക്കുറിച്ച് ഇത് സ്വന്തം ഇങ്ങനെ ഉണ്ടായതാണ്, ഇതാരുണ്ടാക്കിയല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? എങ്ങനെ കഴിയും? പിന്നെ ഈ കാണുന്ന ഈ പരമാണ്ഡ കടാഹം, ഇത് ഈ നിലയിൽ മുന്നോട്ട് പോകുന്ന ഈ പ്രപഞ്ചം അതാരും പടച്ചതല്ല, സ്വമേധയെ ഉണ്ടായതാണെന്ന് പറയുന്നവനേക്കാൾ വലിയ പമ്പര വിഡ്ഢി മറ്റാരാ ഉള്ളത്? ഈ സമയത്തും ദൃഷ്ടാന്തം മനുഷ്യൻ ഉൾക്കൊള്ളേണ്ടതിന് പകരം അള്ളാഹുവിനെ പരിഹസിക്കുകയാ. ഇതൊക്കെ ചെയ്തത് ദൈവമാണെങ്കിൽ പിന്നെ ആ ദൈവത്തോട് ഇനി എന്ത് പ്രാർത്ഥിക്കാൻ? എന്തൊരു വസ്വാസാണ് റബ്ബേ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരാ സഹോദരി, ജല്ല ജലാലായ അള്ളാഹു നേരത്തെ തന്നെ നമ്മോട് പറഞ്ഞതാണ്, മനുഷ്യരെ നിങ്ങളെ നാം പരീക്ഷിക്കും. പക്ഷെ ഇവിടെ ഉള്ളൊരു വിഷയം എന്താണെന്നറിയോ? എല്ലാ പരീക്ഷണങ്ങളോടുകൂടെ ഒന്നിച്ചു വന്നു എന്നുള്ളതാണ്. അള്ളാഹുത്താല നിങ്ങൾക്ക് വിഷമം എന്നിട്ട് പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക മാന്ദ്യം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിൽ വേണ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ടവർ പെട്ടെന്ന് മരിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരീക്ഷണം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയം കൊണ്ട് പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ചൂരൽ മലയിലും ഈ മുണ്ടക്കയിലുമൊക്കെ ആ ഒറ്റ രാത്രി കൊണ്ടുണ്ടായ പരീക്ഷണം എല്ലാം കൂടെ ഒന്നിച്ചുള്ളൊരു പരീക്ഷണമാണ്. വലനബ്ലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഅ് വനഖിസിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ വല്ലദീന ഇദാ അസാബത്ഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വലനബ്ലുവന്നകും, ഇടയ്ക്കിടയ്ക്ക് ശക്തമായി നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹു മുബത്തലീക്കും, അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കൂട്ടോ എന്നൊക്കെ പല ആയത്തുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ആയത്തിന് കുറേ ഉള്ളർത്ഥങ്ങളുണ്ട്. വലനബ്ലുവന്നകും, ഇടയ്ക്കിടയ്ക്ക് ശക്തമായ പരീക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും എന്ന് അള്ളാഹു നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മിനൽ ഖൗഫ്, പേടി, ബേജാറ്, ഭയങ്കരമായ പേടി, ഭയം കൊണ്ട് പരീക്ഷിക്കും. വജൂഇ, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. വലനബ്ലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഅ്, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെ ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാത്തവരുണ്ടായില്ലേ? കാരണം അവരെ കണ്ടുകിട്ടുന്ന 2, 3, 4 ദിവസം കഴിഞ്ഞിട്ടാണ്. അതുവരെ അവര് വിശപ്പ് സഹിച്ചു കഴിഞ്ഞില്ലേ? വിശപ്പ് കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. വനഖ്സിം മിനൽ അംവാൽ, ഇന്നലെ വരെ കോടീശ്വരനായവന്, വലിയ ടെറസിൻ്റെ വീട്ടിൽ സുഖമായി കിടന്നുറങ്ങിയവന്, അവൻ്റെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാണ്. ആ നിലയിൽ മുന്നോട്ട് പോയവൻ 1 മണിക്കൂർ കൊണ്ട് ഒന്നുമല്ലാതെയായി. അവനെല്ലാം നഷ്ടപ്പെട്ടവനായി. കയറി ചെല്ലാൻ ഒരു കൂരയില്ല, സങ്കടങ്ങൾ പറയാൻ കുടുംബങ്ങളില്ല, 10 രൂപയുടെ ബാക്കി പോലും അവനില്ല. ഈ നിലയിൽ എത്ര മനുഷ്യരാ സഹോദരാ സഹോദരി, ആലോചിക്കണേ. വനഖ്സിം മിനൽ അംവാൽ വസ്സമറാത്ത്, നിങ്ങളുടെ കൃഷികളും നിങ്ങളുടെ വരുമാനങ്ങളുമൊക്കെയും ഒന്നുമല്ലാതെയാക്കി നിങ്ങളെ നാം പരീക്ഷിക്കും. എല്ലാ നിലക്കുള്ള പരീക്ഷണം ഒറ്റടിക്ക്. പക്ഷെ ഒരു കാര്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കണ്ട. അവർക്ക് അറിയിക്കേണ്ട സന്തോഷം ഇതാണ്. വബശ്ശിരിസ് സ്വാബിരീൻ, അവരെ അറിയിക്കേണ്ട സന്ദേശം ഇതാണ്. വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമ വേണം. ആ ക്ഷമിക്കുന്നവർക്കാണ് സന്തോഷ വാർത്ത. അവരടിയുറച്ച് അള്ളാഹുവിൽ വിശ്വസിക്കണം. വല്ലദീന ഇദാ അസാബത്ഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് മുസീബത്ത് എത്തുമ്പോഴും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജിർനി ഫി മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ എന്നായിട്ട് ദുആ ചെയ്യുക.
അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു ദുരന്തം, ബുദ്ധിമുട്ട്, അസ്വസ്ഥത, നമ്മളെ വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ. എന്താ അതിൻ്റെ അർത്ഥം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങളൊക്കെ അള്ളാഹുവിലേക്കുള്ളവരാണ്, അള്ളാഹുവിലേക്ക് തന്നെയാണ് ഞങ്ങളെ മടക്കും. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി. ഇതാ പടച്ചോനെ, ഇങ്ങനൊരു മുസീബത്ത് എനിക്ക് വന്നിട്ടുണ്ട്, അതിൽ നീ എനിക്ക് പ്രതിഫലം തരണം.